പന്തീരങ്കാവ് നവവധു ഗാർഹിക പീഡനത്തിന് ഇരയായ കേസിൽ യുവതിയുടെ പരാതി ഭാഗികമായി തള്ളി പ്രതിയുടെ അമ്മ ഉഷ. യുവതിയെ മകൻ മർദ്ദിച്ചെന്നും എന്നാൽ അതിന് കാരണം യുവതി ആരോപിക്കുന്നത് പോലെ സ്ത്രീധനമല്ല എന്നുമാണ് രാഹുലിന്റെ അമ്മ പറഞ്ഞത്. യുവതിയുടെ ഫോണിൽ എത്തിയ മെസ്സേജുമായി ബന്ധപ്പെട്ട വാക്ക് തർക്കമാണ് മർദ്ദനത്തിൽ എത്തിയതെന്നാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമുണ്ടായി. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വഴക്ക് ഉണ്ടായിട്ടില്ല. യുവതി വിവാഹം കഴിഞ്ഞ വന്ന അന്നു മുതൽ തങ്ങളുമായി യാതൊരു വിധത്തിലും സഹകരിച്ചിരുന്നില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വന്നിരുന്നത്. രോഗിയായതിനാൽ താൻ മുകളിലേക്ക് പോകാറില്ലെന്നും മർദ്ദനം നടക്കുന്നത് താൻ അറിഞ്ഞിട്ടില്ല എന്നുമാണ് അവർ പറയുന്നത്. മകന് നേരത്തെ നിശ്ചയിച്ചിരുന്ന വിവാഹം പെൺകുട്ടിയുടെ വീട്ടുകാർ പിന്മാറിയതിനെ തുടർന്ന് മുടങ്ങിയിരുന്നതായും ഇവ രണ്ടും വിവാഹത്തിൽ എത്തിയില്ലെന്നും ഇന്നലെ വൈകിട്ട് 3 മണിവരെ രാഹുൽ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്നും അമ്മ ഉഷ പറയുന്നു. അതേസമയം കേസ് എടുക്കുന്നതിൽ പോലീസ് ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് യുവതിയുടെ അച്ഛൻ പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും യുവതിയുടെ അച്ഛൻ ഹരിദാസൻ ആവശ്യപ്പെടുന്നു. വീഴ്ച വരുത്തിയ കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. രാഹുൽ നേരത്തെ 2 വിവാഹം ഉറപ്പിക്കുകയും പിൻവാങ്ങുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ആരോപണം. ഇക്കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കണമെന്നും ഹരിദാസ് ആവശ്യപ്പെടുന്നു. കേസ് എറണാകുളത്തേക്ക് മാറ്റണമെന്നും പന്തീരങ്കാവ് പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും പറഞ്ഞു. സംഭവത്തിൽ രാഹുലിനെതിരെ വധശ്രമത്തിനും സ്ത്രീധന പീഡനത്തിനും ഉൾപ്പെടെ കേസെടുത്തിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുമുണ്ട്. 150 പവൻ സ്വർണവും കാറും തനിക്ക് കിട്ടാൻ അർഹതയുണ്ടെന്ന് പറഞ്ഞാണ് തർക്കം തുടങ്ങിയതെന്നും എന്തോ കൂടിയ സാധനം കഴിച്ചിട്ടാണ് വന്നതെന്നും മദ്യമായിരുന്നില്ല മറ്റെന്തോ ലഹരി വസ്തു കഴിച്ചിട്ടാണ് വന്നതെന്നും യുവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീടിന്റെ മുകളിലെ മുറിയിൽ വെച്ചാണ് മർദ്ദിച്ചതെന്നും ആദ്യം കർണത്തടിച്ചു, പിന്നീട് മുഷ്ടി കൊണ്ട് തലക്കടിച്ചു, നെറ്റിയിലും ഇടിച്ചു. മൊബൈൽ ചാർജറിന്റെ കേബിൾ വെച്ച് കഴുത്തു മുറുക്കി കൊല്ലാൻ ശ്രമിച്ചെന്നും 2-3 തവണ കൊല്ലാൻ ശ്രമിച്ചെന്നും ശബ്ദം കേട്ടിട്ടും വീട്ടിലുള്ളവർ ഇടപെട്ടില്ലെന്നും യുവതി പറയുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.